ഗായ്സ്, എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിതവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നൊരു ബിസി ഡേ ആണ്. കുറേ പരിപാടികളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. അക്ഷയയിൽ പോവാണ്ട് കുറേ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഫസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്താൽ കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്താൽ. അപ്പോൾ നേരം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഓഫീസിൽ പോണ ടൈമും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണ ടൈമല്ലേ, അതിനെക്കൊണ്ട് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ വിചാരിച്ചാൽ നമുക്ക് ബൈക്കിന് പോകാമെന്നുള്ള പ്ലാനിങ് ആയിരുന്നു. പക്ഷേ പുറത്തത്തെ ചൂടും വെയിലും കാരണം ബൈക്ക് ഒഴിവാക്കിയിട്ട് കാർ എടുത്ത് ഇറങ്ങിയത്. അങ്ങനെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടായിരുന്നു. അപ്പം ഹോസ്പിറ്റലിൽ പോയി കാണിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം പരിപാടികളൊക്കെ തീർത്തതിന് ശേഷം നേരെ പോയത് അക്ഷയയിലേക്കാണ്. അപ്പോൾ അക്ഷയയിലേക്ക് കുറേ പേപ്പേഴ്സ് കാര്യങ്ങൾ പാസ്പോർട്ടൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്. അപ്പം അത് കാര്യങ്ങളൊക്കെ ഒന്ന് തീർക്കണം. അങ്ങനത്തെ ഓരോ പരിപാടി പ്ലാനിങ്ങോടുകൂടി ഇറങ്ങിയതാണ് ഇന്ന്. പക്ഷെ പുറത്തത്തെ ചൂടുകൊണ്ട് എങ്ങനെയെങ്കിലും വീട്ടിലെത്തി കിട്ടിയാൽ മതിയെന്ന് വിചാരിക്കുന്നത്. കാരണം ഒരു മിനിറ്റ് എ സിയോ ഫാനോ ഇല്ലാണ്ട് നമുക്ക് നിൽക്കാൻ കഴിയില്ല, അത്രയും ചൂടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പേപ്പർ റെഡിയാക്കാൻ കൊടുത്തതിന് ശേഷം കുറച്ച് ടൈമൊന്ന് വെയിറ്റ് ചെയ്യാനായിരുന്നു. അപ്പം അവർ പറഞ്ഞു കുറച്ച് ടൈമിൻ്റെ ഉള്ളിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ച് എവിടെയെങ്കിലും ഒന്ന് പോയി വരാം. പിന്നെന്താണ്, നമ്മൾ പോയ അക്ഷയ ബീച്ചിൽ ആ ഭാഗത്തുള്ള തന്നെയായിരുന്നു. അപ്പോൾ പിന്നെ ബീച്ചിൽ പോകാം. ബീച്ചിൽ ഇറങ്ങാനൊന്നും പറ്റില്ല, കാരണം അത്രയും ചൂടുള്ള വെയിലുമാണ് ഈ ബീച്ചിൽ കേട്ടോ. നൈറ്റിൽ ഞങ്ങൾ പോയപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ ആൾക്കാരൊന്നുമില്ല. അവിടെയും ഇവിടെയൊക്കെ 2-3 ആൾക്കാർ അത്രയേ ഉള്ളൂ, അല്ലാണ്ട് ആൾക്കാരൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞാൽ എങ്ങനെയായാലും ആൾക്കാർ ഫുള്ളാവും. അപ്പം ഇതുവരെ കുനാഫ കഴിച്ചിട്ടില്ല. അപ്പം എന്തായാലും നമുക്ക് സമയമുണ്ടല്ലോ, പേപ്പറൊക്കെ റെഡിയാക്കി കിട്ടുന്നവരെ സമയമുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് കറങ്ങി വരി എന്ന് പറഞ്ഞു വിട്ടതാണ്. അപ്പം നമുക്ക് എന്തായാലും അത് നോക്കാമെന്ന്. അപ്പം ഗൂഗിൾ ചേച്ചിനോട് ചോദിച്ചപ്പോൾ ഗൂഗിൾ ചേച്ചി ഒന്ന് കാണിച്ചു തന്നു. ബീച്ചിൽ നമ്മൾ പിസ്സ റിക്യൂട്ടൻ്റെ ഒക്കെ എടുത്തുണ്ടല്ലോ, പക്ഷെ അവിടെ ഡൈനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്താണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ഉച്ച സമയത്ത് പുറത്തിരുന്ന് ഡൈനിങ് ചെയ്ത് കഴിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കണ കാര്യമില്ല, കാരണം അത്രയും ചൂടാണല്ലോ പുറത്ത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന്. പിന്നെ ഗൂഗിൾ ചേച്ചിനോട് തന്നെ ചോദിച്ചു. അങ്ങനെയാണ് കുനാഫ വേൾഡ് കാണിച്ചത്. അവിടെ പിന്നെ ഡൈനിങ് ഉള്ളിൽ തന്നെയാണ്, പിന്നെ എ സി ഫാനൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ പോണ വഴിക്കാണ് കോഴിക്കോടുള്ള പരുന്ന് മൊത്തം ഇവിടെ ബീച്ചിലുണ്ട് തോന്നുന്നു. കാരണം ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, അവിടെ ഒരാൾ ഫുഡ് ഇട്ട് കൊടുക്കണോണ്ടാണ് ഇങ്ങനെ പരുന്ത് ഇങ്ങനെ വരുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ അതായിരിക്കും നമ്മൾ നോക്കിയിട്ട് അവിടെ ആരും കണ്ടിട്ടില്ല. അവിടെ ആരെങ്കിലും ഉണ്ടാവുകയും ഫുഡ് ഇട്ട് കൊടുക്കുന്നത് പരുന്തുകൾ മൊത്തം കോഴിക്കോടുള്ള പരുന്തുകൾ മൊത്തം അവിടെ ബീച്ചിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഫസ്റ്റായിട്ട് കുനാഫ കഴിച്ചു എൻ്റെ ഫ്രണ്ടിൻ്റെ നിക്കാഹിൻ്റെ ടൈമിന്. അവിടെ പോയപ്പം ഈ ഒരു ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ, സാധാ ഒരു നോർമൽ ലെവലിലുള്ള കുനാഫ. അപ്പം അത് അന്ന് കഴിച്ചതാണ്. അതിൻ്റെ ശേഷം ഞാനും കഴിച്ചിട്ട് എനിക്ക് അന്ന് ആ ടേസ്റ്റ് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം ഞാനും ഇതുവരെ കുനാഫ കഴിക്കാമെന്ന് പറഞ്ഞിടത്തോളം നമുക്ക് വേണ്ട, പിന്നെ പോവാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അത് നിർത്തി വെച്ചിരുന്നത്. പിന്നെ നോമ്പിൻ്റെ ടൈമിലാണ് പറയുന്നത് നമുക്ക് കുനാഫ കഴിക്കണം ഒരു ദിവസം എന്നുള്ളത്. പിന്നെ പഠിത്തം അതേമാതിരി പറഞ്ഞിരുന്നു കുനാഫ കഴിക്കണം. പിന്നെ ഏതായാലും ഇനി അത് വെച്ച് താമസിപ്പിക്കേണ്ട, നമുക്ക് ഏതായാലും ടൈം ഉണ്ടല്ലോ, ഏതായാലും നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ പിന്നെ കുനാഫ കഴിച്ചു. പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയതിൻ്റെ ശേഷം തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ 4 മണിയായിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ചില്ല, ആ കുനാഫ കഴിച്ചുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ പുറത്തുനിന്നൊന്നും ഫുഡ് കഴിക്കാൻ നിന്നില്ല, കാരണം വീട്ടിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഉച്ചക്കത്തേക്ക് ആകുമ്പോഴത്തേന് എത്തും എന്നുള്ളത്. രാവിലെ 10:30 ടൈമിൽ ഇറങ്ങിയിരുത്താ വീട്ടിൽ നിന്ന്. പക്ഷേ എങ്ങനെയായാലും ഉണ്ടാക്കി വെച്ചതല്ലേ, പിന്നെ നമ്മൾ പുറത്തൊന്നും കഴിക്കാൻ നിന്നില്ല. നേരത്തെ തന്നെ വീട്ടിലേക്ക് വന്നു. ഫുഡ് സാധാ ചോറ്, കറി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെ, ബീഫ് കറി, കൂന്ത ഫ്രൈ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പോയ വന്ന ക്ഷീണമുണ്ടല്ലോ, അതൊന്നൊന്നര ക്ഷീണമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കല്യാണ ഡാൻസ് ഒപ്പനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഇത് കണ്ടപ്പോൾ അതിൻ്റെ മുന്നേ ഒന്ന് ഓർമ്മയില്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രണ്ടാളും നല്ല അങ്ങോട്ട് ഉറങ്ങി. പിന്നെ ഒരു 7 മണിയൊക്കെ ആയപ്പം ചായയൊക്കെ കുടിച്ചു. ഞങ്ങൾ പുറത്തേക്ക് പോവാണ്. ചെറിയ ഒരു 2-3-4 സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് ഒന്ന് കല്യാണ വീട്ടിലൊന്ന് കയറി ഇറങ്ങി, അതൊക്കെയായിരുന്നു.
അപ്പം പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല, 2-3 സാധനം വാങ്ങാണ്ടായിരുന്നു. ഒന്ന് കല്യാണ വീട്ടിൽ കയറാം, ഒന്ന് ബീച്ചിലൊക്കെ പോയി എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ കഴിച്ചിട്ട് വരാം എന്നുള്ള പ്ലാനിൽ. അപ്പോൾ പോണ വഴിക്കാണ് നമ്മൾ ലൂക്കാ സ്റ്റോർ, കുറേ കാലമായി ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അവിടെ ഒന്ന് കയറി നോക്കി. എന്ന് പ്രത്യേകിച്ച് വാങ്ങാനൊന്നുമില്ല, വെറുതെ ഒന്ന് ജസ്റ്റ് കയറി നോക്കി, കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കയറി നോക്കി. പിന്നെ നേരെ ബീച്ചിലേക്കാണ് പോയത്. ബീച്ചിൽ പോയി വെറുതെ അവിടെ വായ നോക്കി കുത്തിയിരുന്നു. അപ്പോൾ ഞാനപ്പോൾ രാവിലെ പറഞ്ഞിരുന്നു, രാവിലെ കണ്ട ബീച്ചല്ലല്ലോ ഈ ബീച്ച്, കാരണം അത്രയും തിരക്കിയിരുന്നു. ഇപ്പം നമ്മൾ വെക്കേഷൻ ടൈമും കൂടിയല്ല, അതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. പിന്നെ ക്ലാസ്സും കാര്യങ്ങളൊന്നും ആർക്കില്ല, എല്ലാവരും പിന്നെ ഫ്രീ ആകുമ്പോൾ എല്ലാവരും ബീച്ചിലേക്ക് ഇറങ്ങാൻ. ഞങ്ങളായാലും ഇങ്ങനെ തന്നെയാണല്ലോ, എപ്പോൾ ടൈം കിട്ടിയാലും വേഗം ബീച്ചിൽ പോകാമെന്ന് പറയും. ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞാൽ വെറുതെ പോയി അവിടെ ഇങ്ങനെ വായി നോക്കി കുത്തിക്കുക, അത്രേ ഉള്ളൂ. വേറെ പിന്നെ എല്ലാ ഫാമിലി എല്ലാവരും കൂടിയൊക്കെ പോകുമ്പോൾ പിന്നെയും ഒരു ഹരമാക്കാനുണ്ടാവും. ഞങ്ങൾ രണ്ടാളും കൂടി പോകുമ്പം പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ ഫ്രണ്ട്സും ഫാമിലി അങ്ങനെയൊക്കെ വേണം. അങ്ങനെയൊക്കെ വരുമ്പം നല്ല രസം, ചില്ല് ചെയ്തിരുന്ന് വർത്താനൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ സമയം പോകണേ അറിയില്ല. ഇതൊരു നമ്മളൊരു അരമണിക്കൂർ പോലും തേച്ച് അവിടെ ഇരുന്നിട്ടില്ല. പിന്നെ വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. ടാക്കോസ് പോയിട്ട് ഷവായ റൈസും അതൊക്കെ കൂട്ടി കഴിച്ചതിന് ശേഷം പിന്നെ ഒന്ന് ജസ്റ്റ് അയ്യൂബ് കാക്കൻ്റെ അടുത്ത്, നമ്മൾ ആയിഷനെ കുറേ ദിവസമായി കണ്ടിട്ട്, അപ്പം ജസ്റ്റ് ഒന്ന് ആയിഷൻ്റെ അടുത്ത് കയറി വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്നു. അപ്പം അതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം. ഇത് ഡെയിലി വീഡിയോസായിട്ട് ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട്. ഇന്ന് പിന്നെ കുറച്ചും കൂടി കണ്ടൻറ് ഉണ്ടല്ലോ പുറത്ത് പോകാൻ. അപ്പം ഏതായാലും ഞാൻ ഷോർട്ട് വീഡിയോ എന്തായാലും എടുക്കുമല്ലോ, അപ്പം പിന്നെ ലോങ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ വീഡിയോ ആയിട്ട് കാണാമല്ലോ. അപ്പം അതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസും വ്ളോഗ്സൊക്കെ ആയിട്ട് കാണാം. പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്താൽ പുതിയ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പം ഓക്കെ, ബൈ.